ഗൈസ് ചെയ്യാൻ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ തമ്മിൽ കണ്ടുണ്ടാവും എന്താണ് ഹൈപ്പ്. ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്, വാട്സപ്പിനകത്ത് ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. എന്താണ് ഹൈപ്പ്, എങ്ങനെയാണ് നമ്മൾ ഹൈപ്പ് ചെയ്യേണ്ടത്, ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന് എന്താണ് ഉപകാരമുള്ളത്, ഹൈപ്പ് കിട്ടുന്ന നമ്മളെ യൂട്യൂബേഴ്സിന് എന്തൊക്കെയാണ് ഉപകാരമുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ വീഡിയോ പറയുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് അവസാനം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് കമൻറ്റ് എന്നൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് നമ്മളിപ്പം നമ്മൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോക്ക് ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ യൂട്യൂബ് കൊണ്ടുതന്ന ഒരു അടിപൊളി അപ്ഡേഷനാണ് ഹൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയാം, നമുക്ക് ഈ ലൈക്ക് കമൻ്റൊക്കെ ഒരുപാട് ലൈക്കും കമൻറ്റ് വരുന്ന സമയത്ത് ആ ഒരു വീഡിയോയ്ക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുള്ള റീച്ച് നമുക്ക് തരുന്നുണ്ട് അല്ലേ. അതായത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്ന യൂട്യൂബ് ആൾക്കാരുടെ വ്യൂവേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള നല്ല സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റീച്ച് യൂട്യൂബ് കൊണ്ടുതരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഹൈപ്പ് പ്രവർത്തിക്കും എന്നാണ് യൂട്യൂബ് പറയുന്നത്. അതായത് നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ ഹൈപ്പ് കിട്ടുന്ന വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. 500 സബ്സ്ക്രൈബേഴ്സിനും 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനും ഇടയിലുള്ള യൂട്യൂബേഴ്സിനാണ് ഈ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ അപ്ഡേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതായത് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് താഴോട്ടുള്ളതും 500 സബ്സ്ക്രൈബേഴ്സ് ഇടയിലുള്ളത് ആ ഒരു യൂട്യൂബേഴ്സിന്. 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് താഴോട്ടുള്ള യൂട്യൂബേഴ്സിനെ യൂട്യൂബ് ചെറിയ യൂട്യൂബേഴ്സ് എന്ന രീതിയിലാണ് കണക്ക്. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആക്കിയാൽ നമ്മൾ വലിയ യൂട്യൂബർ ആയി എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് താഴോട്ടുള്ള യൂട്യൂബേഴ്സിനെ അതൊരു എന്താ പറയുക, ചെറിയ യൂട്യൂബേഴ്സിൻ്റെ കൂടെ തന്നെയാണ് യൂട്യൂബ് പെടുത്തുന്നത്. എന്തായാലും നല്ലൊരു അപ്ഡേഷനാണ് അത് മാത്രമല്ല, ഇത് 7 ദിവസത്തിനുള്ളിൽ, അതായത് നമ്മളിപ്പം ഒരു വീഡിയോ ചെയ്ത് 7 ദിവസത്തിനുള്ളിലുള്ള വീഡിയോസിനാണ് ഈ ഒരു ഹൈപ്പ് ആക്ടിവിറ്റി നമുക്ക് കിട്ടുന്നത്. അതിന് പുറകോട്ടുള്ള വീഡിയോസിനൊന്നും ഈ ഒരു ഹൈപ്പ് കിട്ടത്തില്ല. ഈ ഹൈപ്പ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ തന്നെ മോണിറ്റൈസേഷൻ ആകാത്ത ചാനലുകൾക്കാണെങ്കിൽ നമുക്കൊരു നമുക്ക് കൂടുതൽ ലൈക്ക് കിട്ടുന്ന ചാനൽ റീച്ച് ഉണ്ടാവും, വീഡിയോ റീച്ച് ഉണ്ട്, അതുപോലെ ഒരു റീച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ഹൈപ്പിൽ നിന്ന് നമുക്കൊരു ഏണിങ്സും കൂടെ കിട്ടുന്നുണ്ട്. അത് ചെറിയൊരു ഏണിങ്സും കൂടെ ഈ ഒരു ഹൈപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത് ഒരാൾക്ക് ഒരാഴ്ചയിൽ 3 ഹൈപ്പ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് 3 ഹൈപ്പാണ്. ഒരു വ്യൂവറിന്, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്ക് നമുക്കൊരു ഹൈപ്പ് തരണതാണ്. നമുക്ക് 3 പ്രാവശ്യം ഹൈപ്പ് തരാൻ പറ്റുള്ളൂ. എങ്ങനെയായാലും ഒരു യൂട്യൂബർ എന്നല്ല, ഒരാൾക്ക് ഒരാഴ്ചയിൽ 3 ഹൈപ്പ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 3ൽ കൂടുതൽ ഹൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ സൂപ്പർ ചാറ്റ്, നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോക്കൊക്കെ സൂപ്പർ ചാറ്റ് കാണില്ല, അതേപോലെ തന്നെ നമ്മൾ പെയ്ഡായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഹൈപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഹൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈപ്പിൻ്റെ ചെറിയൊരു ശതമാനം വരുമാനം നമുക്ക് കിട്ടും. അതായത് യൂട്യൂബേഴ്സ്, മോണിറ്റൈസേഷൻ ആയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവർക്കത് അതിൻ്റെ ചെറിയൊരു ശതമാനം വരുമാനം നമുക്ക് ഏണിങ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് വലിയൊരു അടിപൊളി അപ്ഡേഷനാണ്. അപ്പോൾ ഇതാണ് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പിൻ്റെ അകത്ത് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്ക്രീൻ റെക്കോർഡ് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഇതുപോലെ എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ജെഫോട്ടൊക്കെ ചാനൽ ജസ്റ്റ് ഞാൻ ഇവിടെ ഓൺ ആക്കുവാണ്. ഓക്കെ, ഇതുപോലെ നമ്മുടെ ജെഫോട്ടൊക്കെ ചാനൽ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ 7 ദിവസത്തിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജൂലൈ 15 ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഈ ഒരു വീഡിയോ ജസ്റ്റ് നമ്മൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ജസ്റ്റ് കട്ടാക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈപ്പ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്കിവിടെ 1.5K കമൻറ്റ് കിട്ടിയിട്ടുണ്ട്, 361 ലൈക്ക് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു വീഡിയോയ്ക്ക് 12K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ഇവിടെ കമൻറ്റ് അടുത്ത് നിന്ന് നമ്മൾ വലത്തോട്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഹൈപ്പ് വരുന്നത്. 33,370 ഹൈപ്പാണ് എനിക്ക് നമ്മുടെ വ്യൂവേഴ്സ് ഈ ഒരു വീഡിയോ കൂടെ തന്നേക്കുന്നത്. ഹൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് 60 പോയിൻ്റാണ്, ഒരു ഹൈപ്പിൽ നമുക്ക് 60 പോയിൻ്റാണ് കിട്ടുന്നത്. അപ്പം 33 ഹരിക്കണം 60 എന്ന് പറയുമ്പോൾ ഒരു സംഖ്യ ഹൈപ്പ്, അത്രയും പേര് നമുക്ക് ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് വലിയ താങ്ക്സ് എല്ലാവർക്കും. ഇതുതന്നെ നമുക്കൊരു താങ്ക്സ് കൊടുക്കാം. കാരണം വെച്ചാൽ എനിക്ക് അത്രയും പേര് ഹൈപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോ അതുപോലെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം നമ്മളിങ്ങനെ ഈ ഒരു കമൻറ്റിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് വന്നു, കമൻറ്റിൻ്റെ അകത്ത് വലത്തോടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൈപ്പ് കാണിക്കും.
അപ്പോൾ ഗീവ് പോയിന്റ് ടു യുവർ ഫേവറേറ്റ് വീഡിയോ. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് വീഡിയോയ്ക്കാണ് ഇത്രയും ആൾക്കാർ ഇത്രയും പോയിന്റ് എനിക്ക് തന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈപ്പിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഹൈപ്പ് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഹെൽപ്പ് യുവർ ഫേവറേറ്റ് ക്രിയേറ്റേഴ്സ് ടു ബി ഡിസ്കവേർഡ് വെൻ യുവർ ഹൈപ്പ്. നിങ്ങളുടെ ഫേവറേറ്റ് ക്രിയേറ്റേഴ്സിനെ നിങ്ങൾക്ക് സഹായിക്കാനും അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാനുള്ള സംഭവമാണിത്. ഓക്കെ, അപ്പോൾ 33K പോയിന്റ്സ് ഓൺ ദിസ് വീഡിയോ കേട്ടോ. അപ്പോൾ 33 പോയിന്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, 100 പോയിന്റിനും 3.2 ലാക്ക് പോയിന്റിനും ഇടയിലാണ് ഇപ്പോൾ ലീഡർ ബോർഡ് നിൽക്കുന്നത്. ലീഡർ ബോർഡ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഹൈപ്പ് 600 പോയിന്റ് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതാ നമ്മൾ ഹൈപ്പ് അടിച്ചും 970 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 970 ആയിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ കാണിക്കും ലീഡർ ബോർഡ് എന്നുള്ള സംഭവം കാണിക്കും കേട്ടോ. ലീഡർ ബോർഡ് എന്നുള്ള സംഭവം കാണിക്കും. ഇവിടെ നമ്മൾ ലീഡർ ബോർഡിൻ്റെ അടുത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയേക്കുന്ന ആ ഒരു 100 ആൾക്കാർ, അതായത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയേക്കുന്ന 100 ചാനൽസാണ് ഇവിടെ 100 വീഡിയോസാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈപ്പിൻ്റെ അകത്ത് ലീഡർ ബോർഡിൻ്റെ അകത്ത് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഹൈപ്പ്. ഇത് പക്ഷേ ഇതും നമ്മുടെ വീഡിയോസിൻ്റെ ഏണിങ്സോ കാര്യമായിട്ട് ബന്ധമില്ല. പക്ഷേ നമുക്ക് ലൈക്കും കമൻറ്റും കിട്ടുന്ന പോലെ തന്നെ നമുക്കൊരു ഇത് കിട്ടും. അപ്പം നമ്മൾ ഹൈപ്പ് ചെയ്ത ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പം ഓൾ വീഡിയോസിലാണ് ഇത്. പിന്നെ വ്ളോഗ് ചാനലുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്ത് നോക്കാം. വ്ളോഗ് ചാനലുകൾ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയേക്കുന്ന ഏത് ചാനലാണ്, പിന്നെ ഫിലിംസിന് ഏതിനാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയേക്കുന്നത്, പിന്നെ ഗെയിമിങ്ങിന് ഏതിനാണ് ഏറ്റവും കൂടുതൽ, ഇതൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ മൈ ഹൈപ്പ്ഡ്, നമ്മൾ ഹൈപ്പ് ചെയ്തേക്കുന്ന വീഡിയോസ്. ഞാൻ നമ്മളെ ഷിജോ ചേട്ടൻ്റെ വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഷിജോ ചേട്ടൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഷിജോ ചേട്ടൻ്റെ വീഡിയോസ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസിന് എനിക്ക് ഒരുപാട് സംശയങ്ങൾ, ഞാനൊരു ടെക്കുകാരനെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഞാൻ ഷിജോ ചേട്ടൻ്റെ വീഡിയോസാണ് കൂടുതൽ കാണുന്നത്. പുള്ളിക്കാരൻ്റെ വീഡിയോസ് നല്ല നല്ല വീഡിയോസ് അതിൻ്റെ അന്ന് കണ്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ചാനലിലോട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷിജോ ചേട്ടൻ്റെ ചാനലിലെ വീഡിയോസ് ഞാൻ ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ചാനലിലെ വീഡിയോസ്, അതായത് UFO ടെക് എന്ന് പറഞ്ഞ ചാനലിലെ വീഡിയോസിനും ഞാൻ ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ചാനലാണ് ഞാൻ ഇതുവരെ ഹൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് പോകുന്ന സമയത്ത് എന്തായി, ഇത്രയുള്ള കാര്യം. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഹൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയുള്ള സംഭവം ഇതാണ്. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, നമ്മളതിനെ കുറ്റം പറയുന്നതല്ല. എന്തായാലും ഞാൻ പറയുകയാണ്, വലിയ കാര്യങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പെരുപ്പിച്ച് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞത് ഇത്രയുള്ള കാര്യം ഹൈപ്പ് എന്ന് പറയുന്നത്. നമുക്കിതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന യൂട്യൂബേഴ്സിന് നമുക്കൊരു ചെറിയൊരു സമ്മാനം കൊടുക്കാം, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം നമുക്കൊരു സംഭവം കൊടുക്കാം. അതാണ് നമ്മൾ ഹൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനലൊരു ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ലോങ് വീഡിയോയ്ക്കാണ് കൂടുതലായിട്ട് ഈ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി വന്നേക്കുന്നത്, അല്ലേ? ഷോർട്ടിനല്ല, ലോങ് വീഡിയോയ്ക്കാണ്. നമ്മൾ സാധാരണ ഷോർട്ട് വീഡിയോയ്ക്കാണ് കൂടുതലായിട്ട് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇത് നമുക്ക് ലോങ് വീഡിയോയ്ക്കാണ് കിട്ടിയേക്കുന്നത്. ലോങ് വീഡിയോ ആണ് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സംഭവം, അല്ലേ? ലോങ് വീഡിയോ ചെയ്താലാണ് നമുക്ക് കൂടുതലായിട്ട് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു ഉപകാരമുള്ളത്. കാരണം 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കാനാണ്. നമുക്ക് ഇങ്ങനെ കൂടുതൽ ഹൈപ്പ് കിട്ടുന്ന വീഡിയോ യൂട്യൂബ് കൂടുതൽ റീച്ചിലേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ റീച്ചിലേക്ക് കൊണ്ടുവരുന്ന വഴി നമ്മുടെ ഏണിങ്സ്, അതായത് പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ ആയ ആൾക്കാരാണെങ്കിൽ ലോങ് വീഡിയോയ്ക്ക് തന്നെയാണ് കൂടുതലായിട്ടുള്ള ഏണിങ്സ് കിട്ടുന്നത്. അപ്പോൾ ആ ഏണിങ്സ് നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള ആ ഒരു ഹൈപ്പ് കിട്ടുന്ന വഴി കൂടുതൽ റീച്ച് വരും. റീച്ച് ചെയ്യുന്ന വഴി നമുക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു അപ്ഡേഷനാണ്. എല്ലാവരും പിന്നെ ഇനിയിപ്പം എല്ലാ യൂട്യൂബേഴ്സും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോൻ്റെ അവസാനം തുടക്കത്തിലേക്കായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൂടി ചെയ്യണം എന്ന് കൂടെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കൂടെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തേക്കാം. നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയ്ക്ക് എത്ര പോയിന്റാണ് എനിക്ക് കിട്ടുന്നത് നോക്കാം. അടുത്ത വീഡിയോ ഞാൻ കാണിച്ചാൽ ഈ ഒരു വീഡിയോയ്ക്ക് എത്ര പോയിന്റ് കിട്ടി എന്നുള്ള ഹൈപ്പ് വഴി. അപ്പോൾ എന്തായാലും അടിപൊളി അപ്ഡേഷനാണ്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.